അടുത്തത് നമ്മളൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ് നോക്കുന്നത്. ദ അഡ്വെഞ്ചേഴ്സ് ഓഫ് ദി സെക്കൻഡ് സ്റ്റെയിൻ ബൈ ആർതർ കോനൻ ഡോയിൽ. സോ അത് സ്ട്രാൻഡ് മാഗസിൻ എന്നുള്ള മാഗസീനിലാണ് ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്, ദി അഡ്വെഞ്ചർ ഓഫ് ദ സെക്കൻഡ് സ്റ്റെയിൻ എന്നുള്ള ഷോർട്ട് സ്റ്റോറി. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ 41st ഷെർലക് ഹോംസ് സ്റ്റോറിയാണ് ദ അഡ്വെഞ്ചേഴ്സ് ഓഫ് ദി സെക്കൻഡ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ട്രാൻഡ് മാഗസിനിലാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ഷോർട്ട് സ്റ്റോറി ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ആർതർ കോനൻ ഡയൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെർലക് ഹോംസിൻ്റെ ക്രിയേറ്ററാണ് കേട്ടോ, ആർതർ കോനൻ ഡയൽ എന്നുള്ള റൈറ്റർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പ്ലോട്ട് സമ്മറി നമുക്ക് നോക്കാം. ലോർഡ് ബെല്ലിംഗർ, ദ ഫോമർ പ്രൈം മിനിസ്റ്റർ, ആൻഡ് ട്രെലാവ്നി ഹോപ്പ്, അതായത് ഹോപ്പ് എന്നും ലോർഡ് ബെല്ലിംഗർ എന്നും പഠിച്ചു വെച്ചാൽ മതി. ബെല്ലിംഗർ എന്ന് പറയുന്ന ഫോമർ പ്രൈം മിനിസ്റ്റർ ആണ്. പിന്നെ ഹോപ്പ്, ട്രെലാവ്നി ഹോപ്പ് എന്ന് പറയുന്നത് സെക്രട്ടറി ഫോർ യൂറോപ്യൻ അഫയേഴ്സ് ആണ്. ഇവർ രണ്ടുപേരും കൂടി ബേക്കർ സ്ട്രീറ്റിൽ ഒരു കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ വന്നു. ആൻഡ് അവർക്ക് പോലീസും വേണ്ട പബ്ലിക്കും വേണ്ട ഈ ഒരു കേസിനെ കുറിച്ച്, അതായത് കേസിൻ്റെ ഡീറ്റെയിൽസ് പബ്ലിക്കും അറിയാൻ പാടില്ല, പോലീസും അറിയാൻ പാടില്ല. ആൻഡ് ബേക്കർ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഷെർലക് ഹോംസിൻ്റെ വീട് അല്ലെങ്കിൽ റെസിഡൻസ് ബേക്കർ സ്ട്രീറ്റിലാണ് ഉള്ളത്. ഓക്കെ. ആൻഡ് എ ക്രിട്ടിക്കലി ഇമ്പോർട്ടൻറ്റ് ലെറ്റർ ഫ്രം എ ഫോറിൻ ഓഫീസർ വിച്ച് ഹോപ്പ് ഹാഡ് ബീൻ കീപ്പിംഗ് ഇൻ ഹിസ് പേഴ്സണൽ സേഫ് ഹാഡ് ഡിസപ്പിയർഡ്. അതായത് നമ്മുടെ ഹോപ്പ് എന്ന് പറഞ്ഞ ആളുടെ മേശയിൽ ഒരു പേഴ്സണൽ സേഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ലെറ്റർ ഉണ്ടായിരുന്നു. ആ ലെറ്റർ ഇപ്പോൾ കാണുന്നില്ല. ആൻഡ് ഷെർലക് ഹോംസ് നോസ് ഓഫ് 3 ഇന്റർനാഷണൽ സീക്രട്ട് ഏജൻറ്റ്സ് ഹു വുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ ഒബ്റ്റെയിനിങ് ദിസ് ഡോക്യുമെൻറ്റ്. ഷെർലക് ഹോംസിനെ ഇവർ രണ്ടുപേരും പോയി കണ്ടു. അപ്പോൾ ഷെർലക് ഹോംസിന് മനസ്സിലായി 3 എന്താ പറയുക, ഇന്റർനാഷണൽ ആയിട്ടുള്ള സീക്രട്ട് ഏജൻസിന് മാത്രമേ ഈ ലെറ്ററിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആവത്തുള്ളൂ. അതായത് ഈ ലെറ്റർ കാണാതെ പോയതിൻ്റെ പിന്നിൽ 3 പേരായിരിക്കാം എന്ന് ഷെർലക് ഹോംസിന് മനസ്സിലായി. 3 പേരെന്ന് പറയുന്നത് ഒബർസ്റ്റെയിനും പിന്നെന്താണ് ലാ റൊഥീറും പിന്നെ അതുപോലെ തന്നെ എഡ്വേർഡോ ലൂക്കാസും. ഓക്കെ. ആൻഡ് ഷെർലക് ഹോംസ് എന്ത് ചെയ്യാണ്, ഹി ഇൻറ്റൻസ് ടു ക്വസ്റ്റ്യൻ ദം. ഈ 3 പേരെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ലൂക്കസിനെ ആരോ മർഡർ ചെയ്ത് വീട്ടിലിട്ടേക്കുന്നത് ഇദ്ദേഹം ഇങ്ങനെ അറിഞ്ഞു. മീൻ വൈൽ ഹോപ്പിൻ്റെ വൈഫായിട്ട് ലേഡി ഹിൽഡ ഷെർലക് ഹോംസിനെ വിസിറ്റ് ചെയ്യുകയാണ്. ആൻഡ് ആ ലെറ്ററിൻ്റെ കോണ്ടൻസ് എന്താണെന്ന് പറയാൻ വേണ്ടി ഷെർലക് ഹോംസിനെ ഇവരിങ്ങനെ കിടന്ന് എന്ത് ചെയ്യുകയാണ്, ബെഗ് ചെയ്യുകയാണ്. ആൻഡ് ഹോംസ് എന്താണ് ഒഫീഷ്യൽസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് ലെറ്ററിനകത്തെ സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും പറയത്തില്ല, ഡിസ്ക്ലോസ് ചെയ്യത്തില്ല എന്ന് ഷെർലക് ഹോംസ് ഓൾറെഡി പ്രോമിസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആൻഡ് ഹീഡിന് എന്ത് ചെയ്തില്ല, ലേഡി ഹിൽഡയുടെ അടുത്ത് എത്ര ഡെസ്പറേറ്റ് ആയിട്ട് അവർ ചോദിച്ചിട്ടും പറഞ്ഞില്ല. ആൻഡ് ലേഡി ഹിൽഡ അതിന് ശേഷം അങ്ങ് പോവാണ്. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ എന്താണ് പ്രസ് റിവീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൂക്കസിന് ഒരു ഡബിൾ ലൈഫ് ഉണ്ടെന്നും ആൻഡ് ഹി ഷെയർഡ് ഹിസ് ടൈം ബിറ്റ്വീൻ ലണ്ടൻ ആൻഡ് പാരീസ്. അതായത് ലണ്ടനിലും പാരീസിലും ഇയാൾക്ക് 2 പേരിട്ടാണ് ഇയാൾ അറിയപ്പെടുന്നത്. ലൂക്കസ് എന്ന് പറഞ്ഞ ആൾക്ക് ഒരു ഡബിൾ ലൈഫാണുള്ളത്. അതായത് ഒരു സ്ഥലത്ത് അയാൾ മറ്റൊരു പേരിലും മറ്റൊരു സ്ഥലത്ത് അയാൾ വേറൊരു പേരിലുമാണ് അറിയപ്പെടുന്നത്. സോ ലണ്ടൻ ആൻഡ് പാരീസിലാണ് ഇയാൾക്ക് ആ ഒരു ടൈം ഇയാൾ സ്പെൻഡ് ചെയ്യുന്നത്. ഹെൻറി എന്നുള്ള പേരാണ് ലണ്ടനിൽ. ആൻഡ് ഹി വാസ് മാരീഡ് ടു എ വെരി ജലസ് വുമൺ, ലൂക്കസ്. ആൻഡ് ലൂക്കസിൻ്റെ വീടിൻ്റെ അറൗണ്ടിലൊക്കെ ഈ സ്ത്രീ വരികയും, അതായത് ഭയങ്കര ജലസിയാണ് ഇവർക്ക്, ഭയങ്കര സംശയരോഗമുണ്ട്, ജലസിയാണ്. സോ ഇവരെന്ത് ചെയ്യും, ലൂക്കസിൻ്റെ വീടിൻ്റെ ചുറ്റിനും എപ്പോഴും വരികയും ചെയ്യും. ആൻഡ് ആ ഒരു നൈറ്റിലാണ് എന്ത് ചെയ്തത്, ഇയാൾ മർഡർ ആയതും. അപ്പം നാച്ചുറലി ആരെയായിരിക്കും സംശയിക്കുന്നത്, നമ്മുടെ ഈ സ്ത്രീയെ ആയിരിക്കും സംശയിക്കുന്നത്. ഓക്കെ. ആൻഡ് ഇൻസ്പെക്ടർ ലെസ്ട്രേഡ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും കൂടിയുണ്ട് ഇതിനകത്ത്. അപ്പോൾ ലെസ്ട്രേഡ് എന്താണ്, ഷെർലക് ഹോംസിൻ്റെ അടുത്ത് പറയുവാണ്, അതായത് ലൂക്കസിൻ്റെ വീടൊന്ന് വന്ന് വിസിറ്റ് ചെയ്യൂ. ആ ഇൻസ്പെക്ടറിന് എന്തോ പസ്ലിംഗ് ആയിട്ട് അവിടെ അല്ലെങ്കിൽ വളരെ സ്ട്രേഞ്ച് ആയിട്ടൊരു കാര്യം തോന്നുന്നു. അപ്പോൾ എന്താ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാർപ്പറ്റിലുള്ള ബ്ലഡ് സ്റ്റെയിൻസും ഫ്ലോറിലുള്ള ബ്ലഡ് സ്റ്റെയിൻസും തമ്മിൽ മാച്ചില്ല. കാർപ്പറ്റ് എന്ന് പറയുന്നത് എന്താണ്, മർഡറിന് ശേഷം ടേൺ അറൗണ്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് വിച്ച് ഹോംസ് എന്താ പോയിന്റ് ഔട്ട് ചെയ്തതെന്ന് വെച്ചാൽ, കോൺസ്റ്റബിൾസ് എങ്ങാണോ ആരെങ്കിലും വന്നിട്ട് ചിലപ്പോൾ അയാളുടെ എങ്ങാണോ കാല് തെറ്റി ഇങ്ങനെ അത് ടേൺ അറൗണ്ട് ആയി കാണുമെന്നാണ് ഷെർലക് ഹോംസ് പറയുന്നത്. പക്ഷേ ഇൻസ്പെക്ടർ ലെസ്ട്രേഡ് എന്താണ്, കോൺസ്റ്റബിളിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തു. ആൻഡ് ഹോംസ് എന്താണ് ഫ്ലോർ ഇൻസ്പെക്ട് ചെയ്യുവാണ്. ആൻഡ് ഒരു എംപ്റ്റി ബോക്സ് അയാൾ ഫ്ലോറിൻ്റെ കീഴിൽ ഒരു
സീക്രട്ട് ക്യാവിറ്റി ഉണ്ടായിരുന്നു. ആ ക്യാവിറ്റിക്ക് അതൊരു എം ടി ബോക്സ് കണ്ടു. ആൻഡ് അയാൾ എന്താണ് ആ ക്യാവിറ്റി ആ ബോക്സ് ഹൈഡിംഗ് പ്ലേസിൽ തന്നെ വെച്ചു ബിഫോർ ലെസ്ട്രേഡ് റീ എൻറ്റേഴ്സ് ദ റൂം വിത്ത് ദി കോൺസ്റ്റബിൾ. അപ്പോൾ ആ കോൺസ്റ്റബിൾ കൺഫസ് ചെയ്യുവാണ് ദാറ്റ് ഹി ലെഫ്റ്റ് എ യങ് വുമൺ എലോൺ എ ലിറ്റിൽ വൈൽ ഇൻ ദി റൂം. അതായത് ഒറ്റയ്ക്ക് ഒരു സ്ത്രീയെ ഈ റൂമിൽ വെച്ച് ഇയാൾ ഒറ്റയ്ക്കാക്കിയിട്ട് അയാൾ അങ്ങ് പോയെന്ന്. അതായത് ഇവിടെ ഈ ഒരു റൂമിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. സോ അവരെ കണ്ടിട്ട് കോൺസ്റ്റബിൾ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാതെ അവരെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഇയാൾ എവിടെയോ വെളിയിൽ പോയി. ആൻഡ് ഷെർലക് ഹോംസ് എന്താണ് ലേഡി ഹിൽഡയെ കാണാൻ വേണ്ടി പോവുകയാണ്. ആൻഡ് എന്താണ് സ്റ്റോളൻ ലെറ്റർ എന്താണെന്ന് അവരെ ഏൽപ്പിക്കാൻ വേണ്ടി ഷെർലക് ഹോംസ് പോയി. ആൻഡ് ഷെർലക് ഹോംസ് അവരത് ലെറ്റർ വായിച്ചിട്ട് അവരെന്താണ് ചെയ്തത്, ഭയങ്കരമായിട്ട് കരഞ്ഞു. ആൻഡ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ലൂക്ക എന്താണ് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. ആൻഡ് ഡിമാൻഡഡ് ഷീ ഗിവ്സ് ഹിം ദ ലെറ്റർ ഹീ ന്യൂ ഹോപ്പ് വാസ് ഹൈഡിങ്. അതായത് ഹോപ്പ് ഹൈഡ് ചെയ്യുന്ന ലെറ്റർ ലൂക്കസിന് വേണമെന്ന് പറഞ്ഞ് ലൂക്കസ് ഈ സ്ത്രീയെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് ഓണിങ് എ കീ ടു ദ സേഫ് എന്താണ് ഈ സേഫിനകത്തുള്ള കീ ഇവർക്കാണുള്ളത്. സോ ഷീ കംപ്ലൈൻഡ് ബട്ട് സോ വേർ ദി സ്കൗണ്ടറൽ ഹിഡ് ദി ലെറ്റർ. When she heard he had been murdered, she rushed to the Lucas house and tracked the constable in order to get the document back. അപ്പോൾ ആ ഡോക്യുമെൻ്റ് തിരിച്ച് കിട്ടാൻ ലൂക്കസ് മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ, അതായത് ലെറ്റർ എന്താണെന്നുള്ളത് ലെറ്റർ എന്താണ് ഐ മീൻ ഇവർ മറ്റേ ലൂക്കസിനെ ഏൽപ്പിച്ചു. ലൂക്കസ് മരണപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷം എന്താണ് ഇവർ ഓടിപ്പോയി ലൂക്കസിൻ്റെ വീട്ടിൽ നിന്ന് ആ ഡോക്യുമെൻ്റ് തിരികെ എടുക്കാൻ വേണ്ടി ഓടി വന്നു. അപ്പോഴാണ് നമ്മുടെ കോൺസ്റ്റബിളിനെ കണ്ടത്. ആൻഡ് ഷെർലക് ഹോംസ് എന്താണ് ലേഡി ഹിൽഡയെ ലെറ്റർ റീപ്ലേസ് ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് കൺവിൻസിങ് എന്താണ് ഹോപ്പിൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്യുകയാണ് ആക്ച്വലി എന്താ പറയുക ആ സേഫിനകത്ത് തന്നെ ലെറ്റർ ഉണ്ടായിരുന്നു, അതെവിടെയെങ്കിലും പോയിട്ടില്ലായിരുന്നു എന്നാണ് ഷെർലക് ഹോംസ് അവസാനം ആരോട് പറയുന്നത്, ഹോപ്പിൻ്റെ അടുത്ത്, അതായത് ഈ ലേഡി ഹിൽഡയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലൂക്കസിനെ മിക്കവാറും കൊന്നത് അയാളുടെ ജലസ് വൈഫ് തന്നെയായിരിക്കും. ആൻഡ് പിന്നീട് എന്താണ് ഇതിനകത്ത് വരുന്ന കീ തീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊറാലിറ്റി വരുന്നുണ്ട്, ലോയൽറ്റി വരുന്നുണ്ട്, ചതി അതായത് ഡിസെപ്ഷൻ വരുന്നുണ്ട്. പിന്നെന്താണ് ഷെർലക് ഹോംസിൻ്റെ മെത്തേഡ്സ് എങ്ങനെയാണ്, അയാൾ എങ്ങനെയാണ് ഒരു കേസ് സോൾവ് ചെയ്യുന്നത്, ഇമോഷണൽ ഇൻ്റലിജൻസ് വെച്ചിട്ടാണ് അദ്ദേഹം സോൾവ് ചെയ്യുന്നത്. അതായത് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും ഡിഡക്റ്റ് ചെയ്ത് റീസണിങ്ങിലൂടെ ലോജിക്കലി അല്ലെങ്കിൽ ഭയങ്കര കീൻ ഒബ്സർവേഷനോട് കൂടിയാണ് ഇയാൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇതിനകത്ത് ക്യാരക്ടേഴ്സ് ഷെർലക് ഹോംസ് വരുന്നുണ്ട്, പിന്നെന്താണ് ലേഡി ഹിൽഡ വരുന്നുണ്ട്, ലൂക്കസ് വരുന്നുണ്ട്, ഹോപ്പ് വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് അപ്പം സമ്മറി എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഈ ഒരു ഷെർലക് ഹോംസിൻ്റെ ഈ ഒരു കളക്ഷൻ ഉണ്ടല്ലോ, ദ അഡ്വഞ്ചർ ഓഫ് ദി സെക്കൻഡ് സ്റ്റെയിൻ എന്ന് പറയുന്നത് ദ റിട്ടേൺ ഓഫ് ഷെർലക് ഹോംസ് കളക്ഷനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെർലക് ഹോംസിനെ ആരാണ് വിസിറ്റ് ചെയ്യുന്നത് ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, ലോർഡ് ബെല്ലിംഗ്, അതായത് ദ പ്രൈം മിനിസ്റ്ററും പിന്നെ ഹോപ്പ് ട്രെലാവനി ഹോപ്പ് എന്ന് പറഞ്ഞ് സെക്രട്ടറി ഫോർ യൂറോപ്യൻ അഫയേഴ്സും കൂടിയാണ് വിസിറ്റ് ചെയ്യുന്നത് ഹോംസിനെ. എന്തുകൊണ്ടാണ്, ബിക്കോസ് എ ഹൈലി കോൺഫിഡൻഷ്യൽ ലെറ്റർ എന്ന് പറയുന്നത് ഹാസ് ബീൻ സ്റ്റോളൻ ആൻഡ് അതിൻ്റെ പബ്ലിക്കേഷൻ ആ ലെറ്റർ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇന്റർനാഷണൽ ക്രൈസിസ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറും, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവർ ഹോംസിനെ കാണാൻ വന്നത്. എന്തുകൊണ്ടാണ് ലെറ്റർ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണുള്ളത്. ചിലപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ തന്നെ പ്രൊവോക്ഡ് ആയിട്ട് വോർ വരെ സംഭവിക്കാൻ പറ്റുന്ന ഇൻഫർമേഷനാണ്. ആൻഡ് ആരാണ് എഡ്വേർഡ് ലൂക്കാസ് ആൻഡ് വാട്ട് ഈസ് ഹിസ് റോൾ എന്ന് വെച്ചാൽ എഡ്വേർഡ് ലൂക്കാസ് എന്ന് പറഞ്ഞൊരു അൺട്രസ്റ്റ് വേർത്തി ആയിട്ടുള്ള ഒരു സോഷ്യലൈറ്റ് ആണ്. അയാൾ ലേഡി ഹിൽഡയുടെ കയ്യിൽ നിന്ന്, അതായത് ഹോപ്പിന്റെ ഭാര്യയായിട്ടുള്ള ലേഡി ഹിൽഡയെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ആ ലെറ്റർ ഒബ്റ്റെയിൻ ചെയ്തത്. അതായത് ആ ലെറ്റർ എന്ന് പറയുന്നത് ഈ ഹോപ്പിന്റെ വീട്ടിലിരുന്ന ലെറ്റർ എന്ന് പറയുന്ന സേഫിനകത്ത് പ്രൊട്ടക്റ്റീവായിട്ട് വെച്ചിരുന്ന ലെറ്റർ ഈ അയാളുടെ തന്നെ വൈഫായിട്ടുള്ള ലേഡി ഹിൽഡ ലൂക്കസിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലൂക്കസ് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, അങ്ങനെയാണ് ഇവർ ആ ലെറ്റർ അയാളെ ഏൽപ്പിക്കുന്നത്. ലൂക്കസ് മരണമടഞ്ഞതിന് ശേഷം ഇവർക്ക് മനസ്സിലായി ആ ലെറ്റർ അവിടെ സേഫ് അല്ലെന്നുള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്തു, ലെറ്റർ സീക്രട്ടായിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നു. അവസാനം എന്താണ് ഷെർലക് ഹോംസ് ആണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ലെറ്റർ തിരികെ അയാളുടെ വീട്ടിൽ തന്നെ കൊണ്ടുവെക്കാൻ. ആരുടെ വീട്ടിൽ, നമ്മുടെ ഹോപ്പിന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവെക്കാൻ. ഓക്കെ. ദെൻ ഹൗ ഇസ് ലേഡി ഹിൽഡ ഹോപ്പ് ഇൻവോൾവ് ഇൻ ദ തെഫ്റ്റ്, അതായത് ലേഡി ഹിൽഡയാണ് ലെറ്റർ സീക്രട്ട്ലി എന്ത് ചെയ്തത്, പിന്നെ ലെറ്റർ അവിടെ കൊണ്ട് കൊടുത്തത് ലൂക്കയുടെ കയ്യിൽ, ലൂക്കസിന്റെ കയ്യിൽ കൊടുത്തത്. ആൻഡ് ലൂക്കസ് എന്താണ് ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു, അതായത് അവരെ ഒരു പേഴ്സണൽ സീക്രട്ട് റിവീൽ ചെയ്യുമെന്നും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന്റെ റെപ്യൂട്ടേഷൻ നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ആ ഒരു ലെറ്റർ എന്ത് ചെയ്തത്, മറ്റേ ലൂക്കസിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. ആൻഡ് എന്ത് പറ്റി എഡ്വേർഡോ ലൂക്കസിന് എന്ത് പറ്റി, ഹീസ് ബീൻ മർഡേർഡ് ഇൻ ഹിസ് ഹോം, അപ്പാരന്റ്ലി ഹീസ് ബീൻ കിൽഡ് ബൈ ഹിസ് വൈഫ്. ഓക്കെ. അയാളുടെ ആ ഒരു ഡബിൾ ലൈഫ് ചിലപ്പോൾ വൈഫിന് മനസ്സിലായതുകൊണ്ട്, ഓൾറെഡി ജലസ് ആയിട്ടുള്ള വൈഫാണ്, അയാളുടെ ആ ഒരു ഡബിൾ ലൈഫ് 2 പേരിലാണ് അയാൾ അറിയപ്പെടുന്നത്, പാരീസിലും ലണ്ടനിലും. സോ അത് കണ്ടുപിടിച്ച വൈഫ് ചിലപ്പോൾ അയാളെ കൊന്നതായിരിക്കും.
ദെൻ ഷെർലക് ഹോംസ് എങ്ങനെ കേസ് സോൾവ് ആവുന്നത്, ഹോംസ് എന്ത് ചെയ്തു, ലൂക്കസിൻ്റെ ആ ഹിഡൻ ലെറ്റർ അയാളുടെ വീട്ടിൽ നിന്ന് ഫ്ലോറിൻ്റെ അടിയിലുള്ള ക്യാവിറ്റിയിൽ നിന്ന് കണ്ടുപിടിച്ചു. ആഫ്റ്റർ ഗെയിനിങ് ആക്സസ് ടു ലൂക്കസ് റെസിഡൻസ് എന്ത് ചെയ്ത് ഷെർലക് ഹോംസ് ആ ലെറ്റർ റിട്രീവ് ചെയ്യുവാണ്. ആൻഡ് ദെൻ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഹിൽഡയ്ക്കെടുത്ത് ലേഡി ഹിൽഡയ്ക്കെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലേഡി ഹിൽഡ കൺഫസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ശരിക്കും പറഞ്ഞാൽ തെഫ്റ്റിലും ഇൻവോൾവ് ആണ്. അവരെ പക്ഷേ ലൂക്കസ് ബ്ലാക്ക്മെയിൽ ചെയ്തതാണ്. അങ്ങനെ ആണ് ഇയാൾക്ക് ഈ ഒരു ലേഡി ഹിൽഡയുടെ കൺഫെഷൻ കിട്ടിയത്. ഹോംസിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വളരെ ബ്രില്യൻ്റ് ആണ് ആൻഡ് ഓൾസോ കമ്പാഷനേറ്റും കൂടിയാണ്. കാരണം ലേഡി ഹിൽഡയുടെ ഇൻവോൾവ്മെൻറ്റ് ഇയാൾ കോൺഫിഡൻഷ്യലായിട്ട് വെച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ആ ഹസ്ബൻഡിന് ആ ലെറ്റർ അവർക്ക് തന്നെ തിരികെ കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ. പിന്നെ ഇതിനകത്ത് ഷെർലക് ഹോംസിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡോക്ടർ വാട്സൺ ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ഷെർലക് ഹോംസിൻ്റെ കോൺഫിഡൻറ്റ്, അതായത് ഒരു ഫ്രണ്ട്, കമ്പാനിയൻ, നറേറ്ററാണ് ഈ ഒരു സ്റ്റോറിയുടെ അസിസ്റ്റൻറ്റും കൂടിയാണ് ആരെന്ന് പറയുന്നത് ഡോക്ടർ വാട്സൺ. പിന്നെ എങ്ങനെയാണ് ഈ ക്രൈസിസ് സോൾവ് ചെയ്യുന്നത്, ഈ ലെറ്റർ എന്ത് ചെയ്യുവാണ്, ഹോപ്പിൻ്റെ അടുത്തോട്ട് ഇവർ വൈഫിൻ്റെ കയ്യിൽ കൊടുത്തു വിടുന്നു. വൈഫ് അത് സേഫായിട്ട് പ്രൊട്ടക്റ്റീവായിട്ട് വെക്കുന്നു. ഓക്കെ.